ഹായ്. അങ്ങനെ നമ്മുടെ ദിയാസുന ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അതിപ്പോൾ ഹിറ്റായിട്ടുണ്ട്. പുള്ളിക്കാരത്തിയുടെ വിചാരം എന്താണെന്നറിയാം, രണ്ട് പെണ്ണുങ്ങൾ ശ്രീലക്ഷ്മി അറക്കല്ലെങ്കിൽ മറ്റേ ഭാഗ്യലക്ഷ്മിയെ കൊണ്ടുപോയി ഒരുത്തനെ അടിച്ചില്ലേ, ആ ഫോമിൽ പൊതുജനങ്ങളെല്ലാം ഇവളെ അടിക്കാൻ കൊണ്ട് വരുമ്പോൾ തലയും കുമ്പിട്ട് നിൽക്കും എന്നാണ് ഇവളെ വിചാരം. അതുകൊണ്ടാണ് ആ ആങ്കറിൻ്റെ നേരെ കൈ ഓങ്ങിക്കൊണ്ട് കയറിയത്. പെണ്ണുങ്ങൾക്ക് ശക്തിയൊക്കെ വേണം, അത്യാവശ്യം ഒക്കെ വേണം, വേണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഓക്കെ, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ചില നേരമുണ്ടല്ലോ, ഈ സ്ത്രീകളുടെ വിമൺ കാർഡ് ഇറക്കിക്കൊണ്ട് ചില പെണ്ണുങ്ങൾ അങ്ങ് മുന്നേറുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ദിയാസന. വിമൺ ആണെന്ന് കൃത്യമായിട്ടൊരു ഉറപ്പ് അവർക്ക് തന്നെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിവേ, എന്ത് വാഴകയാവട്ടെ, ഇവർ മുമ്പ് കൊടുത്തൊരു ഇൻ്റർവ്യൂ നമുക്കൊന്ന് കേൾക്കാം. സാബുചേട്ടന്റെ കൂടെ ഗെയിം കളിക്കാൻ ഇവിടെ ഉണ്ടായ ഒരു രാജാക്കന്മാരെ കൊണ്ട് പറ്റില്ല. സമൂഹത്തിന്റെ കണ്ണാടി എന്നാണ് ഞങ്ങൾ ബിഗ് ബോസിൽ ലാലേട്ടൻ പറഞ്ഞത്. സാബുചേട്ടനായിരുന്നു സമൂഹത്തിന്റെ കണ്ണാടി. മുഖത്ത് നോക്കും ഞങ്ങൾ ഇങ്ങനെ, നിങ്ങളതല്ലേ ആ കണ്ണാടി ആടി എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അഖില് ശരിക്കും നിങ്ങളുടെ സീസണിലേക്ക് വന്നിരുന്നെങ്കിലോ? അഖില് ഓടി തന്നെ ഒരു രാജാവാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഖില് ഇത് കേൾക്കുന്നുണ്ടല്ലോ ഇല്ലേ? യെസ്, കേൾക്കണം. കേട്ടാടാ നീ, എന്നിട്ട് നീ ഇതിന് ബദലായിട്ട് വരണം. മണിക്കുട്ടനൊക്കെ അങ്ങനെ ഒരു എക്സലന്റ് ഗെയിമർ ഒന്നുമല്ല. മണിക്കുട്ടൻ വ്യക്തം കൊണ്ട് ട്രോഫി വാങ്ങിച്ചവനാണ്. സാബുചേട്ടന്റെ കയ്യിരിക്കുന്നത് ഗെയിം എന്നല്ല, വേറെ ആ സീസണിനെ പോലെയുള്ള ആളുകളുണ്ടോ വേറെ സീസണിൽ? അത്രയും വലിയ പുലികള് ആലോചിച്ചു. ആ പുലികളായിട്ടുണ്ടായിരുന്ന സ്ത്രീകളെയൊക്കെ വെറും എന്താ പറയാ, അങ്ങനെ സ്ത്രീപക്ഷവാദിയാ, ആക്ടിവിസ്റ്റാ, ഫെമിനിസ്റ്റാ. സാബുന് കൊടുക്കുന്ന മാർക്കുകൾ കണ്ടില്ലേ? ഫേക്ക് ഫെമിനിസ്റ്റുകളുടെയും ഫേക്ക് ആക്ടിവിസ്റ്റുകളുടെയും ഒരു നിര തന്നെയുണ്ട്. കുറച്ചധികം ആക്ടിവിസം പറഞ്ഞു കഴിഞ്ഞാൽ, ഫെമിനിസം പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് ഫെമിനിസം എന്ന് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് നിൽക്കുന്ന കുറേയധികം വാഴത്തോട്ടം. അത്രേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. ഈ പെണ്ണുമ്പിളെയൊക്കെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ കൊടുക്കാനും മാത്രം അതപ്പതനം ഉണ്ടായതുകൊണ്ട് ഈ ചെറുക്കനത് കേട്ടെങ്കിൽ അത് അർഹതപ്പെട്ട കേൾപ്പ് തന്നെയായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്കത് അങ്ങോട്ട് കേൾക്കാം. അലപ്പറ അലഖ്ലാദി അൽബുലാദി അതൊന്ന് കേൾക്കണ്ടേ? അയ്യോ, എന്റെ സ്വഭാവം മാറ്റും. എന്റെ ആറ്റിറ്റ്യൂഡിനെ നീ കപ്പിലാക്കാൻ വേണ്ടി മര്യാദക്കിരുന്നൂടെ? ഒരുമാറ്റം മറ്റു പരിപാടി എനിക്കല്ലേ കേട്ടാ. സിബിൻ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ അതിനാണ് തുടക്കത്തിലേ പറഞ്ഞത്. അത്രയും ഭയാനകമായിട്ട് സിബിനെ ട്രീറ്റ് ചെയ്തെങ്കിൽ എന്തുകൊണ്ട് അയാൾ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല? 23ഓളം കണ്ടസ്റ്റൻസുകൾ എൻ്റെ അടുത്ത് പേഴ്സണലി അഖില് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെതിരെ അവർക്കൊക്കെ പേഴ്സണൽ മെസ്സേജ് വന്നോന്നും ബുള്ളിങ് അവരൊക്കെ നേരിട്ടോണ്ടിരിക്കണമെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങള് കാണുമ്പോ നമുക്ക് എന്ന് സാധനം എനിക്കുണ്ട്. എനിക്ക് ജാസ്മിൻ തുമ്മേല് അയ്യോ എന്തുവാടെ ഇത്. ഹൗസിനകത്ത് പോയ പെണ്ണുങ്ങളെല്ലാം കിടന്നു കൊടുത്തിട്ടാണ് പോയിരിക്കണേന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അവന്റെ ലാംഗ്വേജിൽ വന്നൊരു സാധനം എന്ന് പറയുന്നത്. ആ ബിഗ് ബോസ് ഹൗസിനകത്തെ പെണ്ണുങ്ങൾ എന്ന് പറയുമ്പോ എല്ലാവരും ഉൾപ്പെടുന്നു. പക്ഷെ റോഹൻ എൻ്റെ അടുത്ത് സംസാരിച്ച് ഞാൻ ജാസ്മിൻ ചെയ്ത ആ ആക്ട് ശരിയാണെന്ന് പറയിപ്പിച്ച് വെളിയിലുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് ചീത്ത വിളി കൽപ്പിക്കുന്ന പരിപാടിയാണ് റോഹനൊക്കെ. 2 വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വീഡിയോകൾക്കകത്തും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെപ്പറ്റി ഒന്നും എവിടെ സംസാരിച്ചിട്ടില്ല. ആ വീഡിയോകൾക്ക് പ്രശ്നമുള്ള കുട്ടികൾ കംപ്ലൈന്റ് കൊടുക്കട്ടെ, ആ കുട്ടികൾക്കൊപ്പം നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ വിഷയമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നീ ഒരുപാട് എന്തറിയാമോ, നമ്മൾ എത്ര പുട്ടിയിട്ട് മിനിക്കിയാലും എത്ര നല്ല കളർ ഡ്രസ്സ് ഇട്ടായിരുന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ചീഞ്ഞ സാധനം പുറത്തേക്ക് വരും. അതാണ് ഇപ്പം കണ്ടത്. ഇവളാണ് മറ്റേ ആ പാവപ്പെട്ടവനെ പോയി അടിച്ചത്. അവൻ മോശം പറഞ്ഞെന്ന്. ഇപ്പം നടക്കുന്ന സർവത്ര പ്രശ്നത്തിൻ്റെ കാതലായിട്ടുള്ള ആളിതാണ്, ആണി വേര്. ഇവളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബിഗ് ബോസിലേക്ക്. ഇവളാണ് അതിനെ കൊണ്ടു നടന്ന് ഈ വേണ്ടാത്ത 8ൻ്റെ പണി അത്രയും ആ പെൺകുച്ചിൻ്റെ തലയിൽ വെച്ച് കൊടുത്തത്. അത്യാവശ്യം ഹേറ്റേഴ്സ് അതിൻ്റെ കുടുംബം നടത്താൻ വേണ്ടിയിട്ട് അത് കാണിച്ചിരുന്ന ഒരു പേക്കൂത്തിനെ, അതിനെ കൊല വിളിച്ചത് ഇവളാണെന്ന് ഞാൻ പറയും. ചില സൗഹൃദങ്ങൾ നമ്മൾ ഡിസൈഡ് ചെയ്തെടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് എടുത്തിട്ടില്ല വെച്ചാൽ നമ്മളെ കൊല വിളിക്കും എന്നുള്ളതാണ്. ഇവള് ജാസ്മിൻ്റെ സൈഡൊന്നുമല്ല, ഇവള് പക്ക ബിഗ് ബോസിലെ ആ ക്രൂവിൻ്റെ സൈഡാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇവളി കളി അത്രയും കളിക്കുന്നത്. ജാസ്മിന് സൈഡാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് PR വർക്കും പുറത്തുള്ള സാധനങ്ങളും ഒക്കെ കാണിച്ചിട്ട് ഫേക്ക് എന്ന് പറഞ്ഞാൽ നമ്പർ 1 ഫേക്കാണ് ഈ സ്ത്രീ.
ഇനി എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവരാണ് കൊണ്ടു കൊടുത്തത്, ഇവരാണ് സംസാരിച്ചത്, ഇവർക്ക് ഡുവൽ പേഴ്സണാലിറ്റി, അതായത് ഡബിൾ സ്റ്റാൻഡ്. അത് ആ പയ്യൻ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഡബിൾ സ്റ്റാൻഡ് ഉണ്ട്. കാരണം ആദ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഫ്സലിന് വേണ്ടിയിട്ടൊരു ഭയങ്കരമായിട്ടൊരു കമൻ്റ് ഒക്കെ എഴുതി, ഞങ്ങൾ വിട്ടു, അവളുമായിട്ടുള്ള എല്ലാം വിട്ടു. അതായത് അവിടെ നടക്കുന്നത് അവളെ വ്യക്തിയെത്തിയാണ്. എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, ബിഗ് ബോസ് എന്ന് പറയുന്ന ആൾ തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ക്രൂസ് അവർ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് ജാസ്മിനെ നന്നാക്കുക, ജാസ്മിന് കപ്പ് കൊടുക്കുക എന്നാണ്. വെടക്കാക്കി തനിക്കാക്കുകയാണെന്ന് ഞാൻ വെരി ബിഗിനിങ്ങിനെ പറഞ്ഞില്ലേ, ആ പെങ്കൊച്ചിനെ നശിപ്പിച്ചത് ഈ ഷോയാണ്. ഇത്രയധികം നശിപ്പിച്ച് നാശക്കല്ലാക്കി അതിന് ഇല്ലാത്ത ഈ സാധനം അതിൻ്റെ തലയിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്ത് അതിനെ ഭയങ്കര സംഭവമാക്കി കാണിച്ച് അതിനകത്ത് കൊണ്ടാക്കി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അത് പെട്ടുപോയിട്ടുണ്ട്. ഇനി പുറത്ത് വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഡെപ്ത് അതിന് മനസ്സിലാവുള്ളൂ. അവിടെ ബാക്കിയുള്ളവർ അതിനേക്കാൾ ടെററുള്ളവർ ഉണ്ടായിരിക്കാം, പക്ഷെ അവരെ പുറത്ത് കാണിക്കത്തില്ല, അവരെ മാറ്റി നിർത്തും. എല്ലാവരും പറയുന്നുണ്ടല്ലോ, അവിടെ ഏറ്റവും കൂടുതൽ നടന്നൊരു കോംബോ ശരണ്യ പെടുപ്പൻ സിജോ ഇവർ തമ്മിലാണ്. അത് പുറത്തു വന്നു വരൂല. എന്തുകൊണ്ട് വരൂല? അവർ ക്യാമറാമാന് സമയം കിട്ടണ്ടേ? ക്യാമറാമാൻ ഫുൾ ടൈം എവളുടെ പിറകെ പർപ്പസ്ലി പെൺകുട്ടിയുടെ പേര് ചീത്തയാക്കാനും മൊത്തത്തിൽ വെടക്കാക്കാനാണ് അതിനകത്ത് കൊണ്ടാക്കി കൊടുത്തത്. അതിന് എത്ര ഇവക്ക് കിട്ടി എന്നുള്ളത് അവൾ അറിയണം. ഇനി ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള കുറേയധികം ന്യൂസ് പേപ്പറുകളിലൊക്കെ ഇവളെ പറ്റി കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ജാസ്മിനെ പറ്റി. അതൊക്കെ എല്ലാവരും ചെയ്യുന്നത് തന്നെ. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പറ്റി ബൂസ്റ്റപ്പ് ചെയ്ത് എഴുതി അങ്ങ് ഇട്ട് തരും. ഇപ്പം ഞാൻ കൊണ്ടുപോയി കുറച്ച് പൈസ കൊടുത്താൽ അവർ എന്നെ പറ്റി പുകഴ്ത്തി എഴുതി അങ്ങ് തളിച്ചു തരും. അതൊന്നും വലിയ സംഗതിയൊന്നുമല്ല അതിനകത്തൊക്കെ വാർത്ത വരുന്നത്. വാർത്ത വരാനും വേണ്ടി മാത്രം അതിനകത്തൊന്നുമില്ല. ആൻസിബ് അവിടെ നിൽക്കുന്നു, നോറ അവിടെ നിൽക്കുന്നു, അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതര സാധനം ഇവക്കുണ്ടോ? ഉണ്ട്, ഇവളയിൽ പണമുണ്ട്, ആ ക്യാഷ് കൊടുത്ത് അതുകൊണ്ട് അങ്ങനെ എഴുതിപ്പിച്ചു. ഒന്നും കാണാനില്ല. PR വർക്കൊക്കെ പുറത്ത് ഞങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു, പക്ഷേ വെർത്തായില്ല എന്ന് പറയാനും കൂടി വേണ്ടിയിട്ടായിരിക്കും പുള്ളിക്കാരത്തി പറയണത്. പിന്നെ ഇവർ ഇതിനകത്ത് തർക്ക ബുദ്ധിയോട് കൂടി കുറേ അധികം കാര്യം പറയുന്നുണ്ട്. ഞാൻ എടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് സാധനമാണ്, ഓട്ട് പുല്ലിനെ അടുത്ത് എന്തിനു കളിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം അവൻ എത്രയോ ക്യാമറകളിൽ 2 ദിവസം നടന്ന് നീങ്ങി അവന്റെ അവസ്ഥ അത്രമാത്രം പറഞ്ഞ സാഹചര്യമാണ് ഉണ്ടായത്. ആ സാഹചര്യത്തിലാണ് അവൻ പുറത്തു വരുന്നതും സൈക്കോളജിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. സൈക്കോളജിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്ന കൃത്യമായിട്ടുള്ള ഓഡിയോ റെക്കോർഡ് വന്നിട്ടുണ്ടാവും. അവർക്ക് എഫക്ട് ആവുന്ന രീതിയിൽ ഇവനിവിടെ കംപ്ലൈന്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് അല്ല, അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. ആ സാധനം എനിക്ക് അറിയാം. അതായത് ഇത് കൃത്യമായിട്ട് അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് പറഞ്ഞു കൊടുത്തിരിക്കുന്ന അതേ കാര്യങ്ങൾ പുള്ളിക്കാരത്ത് റിപ്പീറ്റഡ്ലി പറയുന്നത്. സിബിനെതിരെയാണ് പറയുന്നത്. സിബിനെതിരെ പറയുന്ന കാര്യങ്ങളിൽ 1-2 കാര്യം പറയാം. സിബിൻ കേസ് കൊടുത്താൽ അത് എഫക്റ്റ് ആകും, പക്ഷേ കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇനി കൊടുക്കുകയാണെങ്കിൽ ഈ മെഡിസിൻ കൊടുത്തത് തീർച്ചയായിട്ടും പ്രശ്നം തന്നെയാണ്. അവരുടെ മെൻ്റൽ ഇതിന് വേണ്ടിയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ കൃത്യമായ എവിഡൻസ് ഉണ്ടെങ്കിൽ, ഇതാണ് അയാൾ കഴിച്ച മെഡിസിൻ എന്നുണ്ടെങ്കിൽ അത് എന്ത് കുന്തോന്ന് പറഞ്ഞാലും പ്രശ്നം. പിന്നെ അവിടെ എന്ത് എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ അയാൾ കാണിച്ചൊരു ആറ്റിറ്റ്യൂഡ്, അഫ്കോഴ്സ് നമ്മളെ പെട്ടെന്ന് ഒരിടത്തേക്ക് കൊണ്ടിട്ടിട്ട് നമ്മൾ അതിനകത്ത് കാണിക്കുന്ന പെർഫോമൻസ് ഒക്കെ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു സിനാരിയോ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട ഒരു കാര്യം അതിനകത്ത് ഉണ്ട് എന്നാണ് അർത്ഥം. തീർച്ചയായിട്ടും ഭയപ്പെടണം, മാറി നിൽക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ കുറച്ചുകൂടെ വിജിലൻ്റായി പുള്ളിക്ക് അത് പുറത്തേക്ക് വരുന്ന ഇമ്പാക്റ്റ്, ശത്രുക്കളുണ്ട് പുറത്ത്, അവരത് എടുക്കുന്ന രീതി ആകെ മൊത്തത്തിൽ കുളമാകുമോ, ആ ഭയം, PR വർക്കൊക്കെ പുറത്ത് ഒരുപാട് നടക്കുന്നത് ജാസ്മിനാണ്. അപ്പം എല്ലാം കൊണ്ടും ആ ചെറുക്കൻ കുറച്ചൊന്ന് അപ്സെറ്റായി. ഇതെല്ലാവരും ആയിട്ടുണ്ട്, ജാസ്മിൻ ആയില്ലേ? മൈൻഡ് നശിച്ച് നാരാകുത്തി ആ കുട്ടി അതിനകത്ത് കിടന്ന് ഉറങ്ങുന്നത് നമ്മൾ കണ്ടില്ലേ? ഏത് കൺഫെഷൻ റൂമിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? ഇത് ഓരോരുത്തരും ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ ഇമോഷണൽ ഡാമേജ് നോറൊക്കെ ഉണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, സൈക്കിക് അറ്റാക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന മെഡിസിൻ അത് ഡേഞ്ചറസ് ആയിട്ട് മെഡിസിൻ കൊടുക്കാൻ നിങ്ങൾക്ക് അവകാശമൊന്നുമില്ല. അത് തെറ്റാണ്. പുള്ളിക്കാരത്തെല്ലാം പൊലിപ്പിച്ച് സോപ്പിട്ട് അങ്ങ് ഒപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇതല്ല പറയാൻ വന്നത്, വേറൊരു കാര്യമാണ്. കേൾക്കാം. പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് എന്തായാലും അവരുടെ ഭാഗത്ത് റെസ്പോണ്ട് അവർക്കെതിരെ ലീഗൽ സാഹചര്യങ്ങൾ അവർ റെസ്പോണ്ട് കൂടി പറയുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് കപ്പ് കൊടുക്കണം എന്നൊരു പ്ലാൻ ആണെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യാൻ കഴിയുന്നത്? എല്ലാ സീസണുകളിലും പലപ്പോഴും ആൾ പറയുന്ന സാധനം സ്വാഭാവികമായിട്ട് സിബിനോ അല്ലെങ്കിൽ മറ്റു മത്സരാർത്ഥികൾക്ക് തോന്നുന്നില്ലല്ലോ. ആദ്യമൊന്നും പറയുന്നൊന്നുമില്ല. കാരണം അതൊക്കെ കണ്ടസ്റ്റൻസുകൾക്ക് തോന്നുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കണ്ടസ്റ്റൻസുകൾ അതിലുള്ള എല്ലാ കണ്ടസ്റ്റൻസുകളും നല്ല രീതിയിൽ ഹാർഡ് ചെയ്യേണ്ടതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അടുത്ത് പോയി വന്ന ആളുകളുടെ റെസ്പോണ്ട് ഉൾപ്പെടെ വെച്ചിട്ട് ഈ പറഞ്ഞ 1-2-3 കണ്ടസ്റ്റൻസുകൾ അല്ലെങ്കിൽ എല്ലാ കണ്ടസ്റ്റൻസുകളും വളരെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ ഗെയിം കണ്ടന്റുകൾ പുറത്തേക്ക് പോകേണ്ട ഗെയിമേഴ്സിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ഹാർഡ് പുറത്ത് വരാത്തത് ഞാൻ മനസ്സിലാക്കി. ഷാരി സംസാരിച്ചു. ഷാരി ചെയ്ത പാട്ടുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്ത് നിന്ന് വെളിയിൽ അടുത്ത് പോയി വന്ന നമ്മുടെ ബിഗ് ബോസ് സീസൺ മറ്റൊരാളുമായി ആളുകൾ സംസാരിക്കുന്നത് എല്ലാം എഫോർട്ട് എടുക്കുന്ന ആൾ പറയും. സീസണിൽ പോയി വന്ന ആളുകൾ എല്ലാവരും നല്ല എഫോർട്ട് എടുക്കുന്ന ആളുകളാണ്. പക്ഷേ ബിഗ് ബോസിന് വേണ്ട കണ്ടന്റ് ഈ 3 ആളുകളേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ കമ്പനിയുടെ ചീറ്റോടെ ജാസ്മിൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടത് കണ്ടതും ഇവർ 3 കണ്ടസ്റ്റൻസിന്റെ ഇതാണ് കണ്ടത്. അപ്പോൾ അതായത് ഇപ്പം അവർ ജാസ്മിനെ ഫുൾ ഗബ്രിയും ഒരു ചിന്തോയും മാത്രമാണ് ഇപ്പോൾ കണ്ടസ്റ്റന്റ്. മീൻസ് കണ്ടന്റ് കൊടുക്കും. ഇല്ല, ഞാൻ കുടിക്കത്തില്ല. അതായത് ഞാൻ കണ്ടല്ല. അതായത് ഇപ്പം ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇടുന്നൊരു ചായ
മനുഷ്യന്മാരുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള ആക്ഷൻസുകൾ ഉണ്ട്. ഇത് നമ്മൾ കണ്ടാൽ, നമ്മൾ ചെയ്തത് കാണിച്ചാൽ അല്ലെങ്കിൽ കൊടുത്താൽ അതൊന്നും ഞാൻ ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു മനുഷ്യർ ചെയ്യുന്നതാണ്. അതാണ് ന്യായീകരണവാദമാണ് പയ്യൻ തർക്കിച്ചത്. അതായത് ന്യായീകരിച്ച് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മനുഷ്യ സഹജമായി എല്ലാവരും ചെയ്യുന്ന കാര്യമില്ലേ, ഒരു പുതിയ കാര്യമാണോ, ഇതൊക്കെ എടുത്തു പറയേണ്ട വല്ല കാര്യവുമുണ്ടോ, വാട്ട് കോക്കനട്ട് യു ആർ ടോക്കിംഗ് എന്നാണ് പുള്ളിക്കാരത്തി ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ, അതായത് എൻ്റെ മകനിക്ക് 1 വയസ്സ് പോലും ആകുന്നതിന് മുമ്പ് ഇച്ചിരി മീറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് നന്നായി ചവച്ചരച്ചിട്ട് എൻ്റെ ഇന്ന് വായി ചവച്ചരച്ചിട്ടാണ് കുഞ്ഞിന് വായിലേക്ക് വെച്ച് കൊടുക്കുക. ഇന്നത് ചെയ്താൽ അത് വാങ്ങിക്കുമോ? ഇന്നത് ചെയ്യുന്നത് ശരിയാണോ? ശരിയല്ല. ഇത് വേറൊരു ടൈമാണ്, അമ്മ മകൻ തമ്മിലുള്ളൊരിതാണ്. ഇതല്ലാതെ ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ചോറൊക്കെ കഴിക്കുന്ന സമയത്ത് ചിലപ്പം മുടിയുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെച്ച് മാറ്റി ചെയ്യും. ഇത് പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അവരത് ചെയ്യുമോ? എനിക്കറിയില്ല. എനിക്ക് മുടി കണ്ടാൽ അപ്പോഴേ ഛർദ്ദിക്കാൻ വരും. അത് എൻ്റെ മുടിയാണെങ്കിലും എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവുന്ന ഒരു കാര്യമാണ് അത്. മുടി ഫുഡിൽ കിടക്കുന്നത് എന്നെ കൊണ്ട് സഹിക്കാനേ പറ്റുന്ന കേസല്ല. മുടി പിരുത്തിട്ട് എല്ലാം കൂടെ അവിടെ നിന്ന് കാണിക്കുന്നത്. ഞാൻ കണ്ട സീസൺസിലൊക്കെ വെച്ച് ഏറ്റവും വൃത്തിഹീനമായ ഒരു ഇതെന്ന് പറയുന്നത് ഇത്തവണത്തതാണ്. ഒരെണ്ണത്തിന് വൃത്തിയില്ല. ആ വീടൊക്കെ ഇട്ടിരിക്കുന്നുണ്ടല്ലേ, ചവറ് കൂട്ടി പറക്കി തുണിയും കൂട്ടി പറക്കിയിട്ട് ഒരു വൃത്തി ഒന്നിനുമില്ല. ജാസ്മിൻ എന്നല്ല, അവിടെ ഒരെണ്ണത്തിനും വൃത്തിയില്ല. ഒറ്റ എണ്ണം ക്ലീൻ ആൻഡ് ടൈഡി അല്ല. കുറേ ലിപ്സ്റ്റിക്ക് ഇടുന്നു, മേക്കപ്പ് ഇടുന്നുണ്ട്, ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട് എന്നതിനപ്പുറം ഒരെണ്ണം വിജിലൻ്റ് അല്ല. ഒന്നാമതൊരു പബ്ലിക് ഷോയാണ്. 100 ദിവസത്തേക്ക് കമ്മിറ്റഡായി അതിനകത്തേക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് ഇത്രയും റവന്യൂ കിട്ടുന്നത്. നിങ്ങൾ 24 hours ഉറങ്ങണ സമയം പോലും ക്യാമറ നിങ്ങൾ നിരീക്ഷിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു സാധനമാണ്. അത് മനസ്സിലാക്കാതെയാണ് പകുതിയിലേറെ പേരും അതിനകത്ത് പോയിരിക്കുന്നത്. വിജിലൻ്റായിട്ട് 1-2 പേരേ ഉള്ളൂ. ബാക്കി എല്ലാം സർവ്വത്ര എണ്ണവും അത് വേറെന്തരോ സംഗതിയായിട്ടാണ്. അവരെ വീട് പോലെയൊക്കെ കൺസിഡർ ചെയ്താണ്. അത് വീടൊന്നും അല്ലത്. ബിഗ് ബോസ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് വീടല്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ കാണിക്കുന്നതൊക്കെ പബ്ലിക്കിലേക്ക് പോകും. ഇത് ഒരാളല്ല വ്യൂ ചെയ്യുന്നത്, ഡെയിലി ഇത് എത്ര പേര് കാണുന്നുണ്ട്. ഇപ്പം അതിനകത്ത് കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്, വ്ളോഗ് എടുക്കുന്നവർക്കറിയാം. ആദ്യം നമ്മൾ എടുക്കും, പിന്നെ അതിനകത്ത് നമ്മൾ എന്തെങ്കിലും മൈന്യൂട്ട് മിസ്റ്റേക്ക് ഉണ്ട് അത് കട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലും സാധിക്കാത്തൊരവസ്ഥയുണ്ട്. അവിടുത്തെ എഡിറ്ററും ക്യാമറാമാനും വിചാരിച്ചാൽ പല വൃത്തികേടുകളും പുറത്തേക്ക് വരാം. ബാത്റൂം ഒഴിച്ച് ബാക്കി സർവ്വത്ര ഇടത്തും ക്യാമറ ഇരിക്കുന്നിടത്ത് ഒരു കാരണവശാലും നമ്മൾ അതിനകത്ത് പോകുന്നതിന് മുമ്പേ 10 വട്ടം ആലോചിക്കണം. ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ അവൾ കാണിച്ച ഇത് മൂക്ക് തുടച്ച ആളുകളുടെ പുറത്ത് വെച്ച് കൊടുക്കുക, തുമ്മിയിട്ടിട്ട് അത് ടേസ്റ്റ് ഉണ്ടെന്ന് പറയുക, അതൊക്കെ ഒരുതരം ക്രൂവൽറ്റിയാണെന്നേ. എത്രത്തോളം ക്രൂവലായാലാണ് മനുഷ്യൻ അങ്ങനെ ഒരു വൃത്തികെട്ട സാധനം ഒരാൾക്ക് കൊടുക്കാൻ തോന്നുക? ഇപ്പം ഞാൻ ദോശയാക്കി മാവാട്ടി വെച്ചിരിക്കുന്നു, എലിയോ പല്ലിയോ അതിനകത്ത് വീണു, നിങ്ങളത് എടുത്ത് അതങ്ങ് കളഞ്ഞിട്ട് ആരും കണ്ടില്ലല്ലോ, ഞാൻ തിന്നില്ലല്ലോ, എല്ലാവർക്കും കൊടുക്കുമോ? ഇല്ല. അതൊരു സാമാന്യ ബോധമാണ്. അതിനകത്ത് ആ വൃത്തികേട് വീണു, അത് കൊടുക്കരുതെന്ന്. അത് അപ്സരയ്ക്കുമില്ല, ജാസ്മിനുമില്ല. അതാണ് ക്രൈം. അത് മാത്രമല്ല, അനുബന്ധമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഈ പെൺകുട്ടി ഇപ്പോൾ കാല് എടുത്തു വെച്ച് കടിക്കും, ചിലർ ചെയ്യും, നമ്മളൊക്കെ ചെയ്യും, ഇല്ലാന്ന് തർക്കമില്ല. പക്ഷേ വൃത്തിഹീനമായ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. ചെരുപ്പിടാതെ ബാത്റൂമിൽ പോയിട്ട് കാലെടുത്ത് വെച്ച് കടിക്കുമ്പോൾ അത് കാണുന്നവർ പറയും. എല്ലാവരും അത് ചെയ്യത്തില്ല. എല്ലാവരും ഇപ്പോൾ അത് ചെയ്യുമോ? ഇല്ല. പലരും പല രീതിയിൽ വൃത്തികേടുകൾ കാണിക്കും. ഇതൊക്കെ കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണോ അത്? തീർച്ചയായിട്ടുമല്ല. ആ കുട്ടിയുടെ വൃത്തിഹീനത ഏറ്റവും വൾഗറായ രീതിയിൽ ആ ക്യാമറാമാനും ബിഗ് ബോസ് ടീമും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്.